എക്സാമിന് എന്തൊക്കെ പഠിക്കണമെന്ന് നോക്കിയാലോ? അപ്പോ എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ. നമ്മള് 1 to 50 വരെയുള്ള നമ്പേഴ്സ് എഴുതാനും പഠിച്ചു, കൗണ്ട് ചെയ്യാനും പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ഓക്കെ. കൗണ്ടിങ് ഭാഗത്തുനിന്ന് 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാറ്. അപ്പൊ നമുക്ക് ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസും പരിചയപ്പെടാം. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇതുപോലെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതെന്താ നോക്കിയാലോ? കൗണ്ട് ആൻഡ് സർക്കിൾ ദ കറക്റ്റ് നമ്പർ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് നമ്പർ, ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് നമ്പേഴ്സ് ഓപ്ഷൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ പിക്ചർ കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് നമ്പർ ഇതിന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ടിക്ക് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽ ഈ പിക്ചറിൽ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24. ഇവിടെ 24 പെൻസിൽസ് ആണ് വരുന്നത്. ഇവിടെ 3 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് 24? ഏതാണ് 24 എന്ന് പറയുമ്പോ ഏതൊക്കെ നമ്പേഴ്സ് ആണ് വരിക? 2 4. വെരി ഗുഡ്. ഇതല്ലേ 24. അപ്പോ അത് ടിക്ക് ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഫ്ലവേഴ്സ് ആണ് അല്ലേ? നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒന്ന് കൗണ്ട് ചെയ്താലോ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17. ഇവിടെ 17 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. താഴെ നമ്പേഴ്സ് നോക്കിക്കേ. 3 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിൽ ഏതാണ് നമ്പർ 17? ഏതാണ്? വെരി ഗുഡ്. അപ്പൊ നമ്പർ 17 ടിക്ക് ചെയ്തു. ഇതുപോലെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 to 50 വരെ കൗണ്ട് ചെയ്യാൻ പഠിച്ചു വെക്കുക. നമ്പേഴ്സും നന്നായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. നിങ്ങൾക്ക് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് നമ്പർ ഇതുപോലെ ടിക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ എക്സാമിന് പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. മനസ്സിലായോ? എക്സാമിന് പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 to 50 വരെ എഴുതാനും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ നമ്പർ എഴുതി നോക്കിയാലോ? ഫസ്റ്റ് വൺ എന്താണ്? കപ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ കപ്സ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. എല്ലാവരും എന്റെ കൂടെ തന്നെ കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 7 8 9 10 11 12 13. ഇവിടെ 13 കപ്സ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ബോക്സിൽ എന്ത് എഴുതണം? നമ്പർ 13 എന്ന് എഴുതണം. 13 എങ്ങനെ എഴുതും? നിങ്ങളൊന്ന് പറഞ്ഞേ. Write number 1 and write number 3. Which number? Number 13. Okay. Next എന്താണ്? സ്റ്റാർസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ സ്റ്റാർസ് ഒന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. എന്തെഴുതണം? നമ്പർ 10 എന്ന് എഴുതണം. എങ്ങനെ എഴുതും? നമ്പർ 10 എങ്ങനെയാണ് എഴുതുക? 1 0. Which number? Number 10. Okay. അടുത്തത് എന്താണ്? ആപ്പിൾസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഈ ആപ്പിൾസ് ഒന്ന് കൗണ്ട് ചെയ്യാം. എല്ലാവരും എന്റെ കൂടെ തന്നെ കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 7 8
18 ആപ്പിൾസ് ആണ് വരുന്നത്. ഈ ബോക്സിൽ എന്ത് എഴുതി കൊടുക്കണം? നമ്പർ 18. എങ്ങനെ എഴുതും? നിങ്ങളൊന്ന് പറഞ്ഞ എങ്ങനെ എഴുതും? 1 8. which number? Number 18. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സ് കാണുമ്പോൾ അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ ഇതുപോലെ എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾ 1 to 50 വരെയുള്ള നമ്പേഴ്സ് നന്നായിട്ട് സ്ലേറ്റിൽ എഴുതി പഠിക്കുക. ഓക്കെ, പിന്നെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് നമ്പറിലേക്ക് മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. എല്ലാവരും ഇവിടെ നോക്കിക്കേ. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡിൽ കുറച്ച് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യണമെന്നറിയോ? ഈ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് കിട്ടുന്ന ആ കറക്റ്റ് നമ്പറിലേക്ക് വരച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്തു നോക്കാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മൾ എങ്ങനെ വേണം കൗണ്ട് ചെയ്യാന്? നമ്മുടെ പെൻസിൽ ഈ പിക്ചറിൽ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വേണം കൗണ്ട് ചെയ്യാൻ. ശ്രദ്ധിക്കണേ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഇവിടെ 10 ചോക്ലേറ്റ്സ് ഉണ്ട് അല്ലേ? അപ്പോ ഇവിടെ നോക്കുക, ഇതിൽ ഏതാണ് നമ്പർ 10? ഏതാണ്? ഇതല്ലേ? അപ്പോ ഈ 10 ചോക്ലേറ്റ്സിനെ ഈ 10 നമ്പറിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സർക്കിൾസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ സർക്കിൾസ് കൗണ്ട് ചെയ്യാം. 1 2 3 4 സർക്കിൾസ് ആണ് വരുന്നത്. നമ്പേഴ്സ് നോക്കിക്കേ. ഇതിൽ ഏതാണ് നമ്പർ 4? ഏതാണ് 4? വെരി ഗുഡ്. അപ്പോ 4 സർക്കിൾസിനെ 4 എന്ന നമ്പറിലേക്ക് വരച്ചു കൊടുത്തു. നെക്സ്റ്റ് എന്താണ്? ബാഗ്സ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഈ ബാഗ്സ് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. ഇവിടെ 8 ബാഗ്സ് ആണ് വരുന്നത്. 8 നമ്പേഴ്സ് നോക്കിക്കേ. ഇതിൽ ഏതാണ് നമ്പർ 8? ഏതാണ്? ഇതാണ് അല്ലേ? അപ്പൊ നമ്മള് ഈ 8 ബാഗ്സിനെ 8 എന്ന നമ്പറിലേക്ക് വരച്ചു കൊടുത്തു. ലാസ്റ്റ് വൺ വാട്ടർ ബോട്ടിൽസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതൊന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഇവിടെ 16 ബോട്ടിൽസ് ആണ് വരുന്നത്. 16. ഓക്കെ, നമ്പേഴ്സ് നോക്കിക്കേ. ഇതിൽ ഏതാണ് നമ്പർ 16? വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഈ 16 ബോട്ടിൽസിനെ 16 എന്ന നമ്പറിലേക്ക് വരച്ചെടുത്തു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പിക്ചേഴ്സും നമ്പേഴ്സും മാച്ച് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പോ ഇതുപോലെ പിക്ചേഴ്സും നമ്പേഴ്സും മാച്ച് ചെയ്യാനും എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ എക്സാമിന് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്താ നോക്കിയാലോ? കളർ 7 ഫ്ലവേഴ്സ്. ഇവിടെ താഴെ കുറച്ച് ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സിലെ 7 ഫ്ലവേഴ്സിന് കളർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ പിക്ചർ കൗണ്ട് ചെയ്യണം. ഓക്കെ, 1 2 3 4 5 6 7 ഫ്ലവേഴ്സ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മള് ഈ 7 ഫ്ലവേഴ്സിനെയും കളർ ചെയ്യണം. മനസ്സിലായോ? ചിലപ്പോ എക്സാമിന് ടിക്ക് ചെയ്യാനായിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ടിക്ക് ചെയ്യുക. 1 2 3 4 5 6 7. കളർ ചെയ്യാനാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്ന നമ്പർ എത്രയാണോ അത്ര മാത്രം നിങ്ങൾ കളർ ചെയ്യുക. ടിക്ക് ചെയ്യാനാണെങ്കിൽ ആ നമ്പറിന്റെ അതുവരെ മാത്രം നിങ്ങൾ ടിക്ക് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ കയ്യിൽ ക്രയോൺസ് കൂടി കരുതാം കേട്ടോ. ചിലപ്പോൾ ടിക്ക് ചെയ്യാനായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ കളർ ചെയ്യാനായിരിക്കും ചോദിക്കുക. ഇതുപോലെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ എക്സാമിന് കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ട് അതിന്റെ നെക്സ്റ്റ് നമ്പേഴ്സ് എഴുതാനും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട് അല്ലെ? ഇതിന്റെ ബാക്കി വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 24 25 26. ബാക്കി വരുന്ന 3 നമ്പേഴ്സ് മിസ്സിംഗ് ആണ്. അത് നമ്മൾ എഴുതി കൊടുക്കണം. ഓക്കെ, 26 കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ഏതാ? 27. എങ്ങനെ എഴുതും? 2 7. വെരി ഗുഡ്. 27. നെക്സ്റ്റ് നമ്പർ ഏതാ? 28.
8. Okay. Next number ഏതാ? 29. Okay. അടുത്തത് 31, 32, 33. Next ഏതായിരിക്കും? 34. Very good. Next 35. Next എന്താ? 36. Okay. Last one 45, 46, 47, 48, 49, 50. Okay. അപ്പൊ ഇതുപോലെ മിസ്സിംഗ് നമ്പേഴ്സ് എഴുതാനും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ 1 to 50 വരെയുള്ള നമ്പേഴ്സ് നന്നായിട്ട് എഴുതാൻ പഠിച്ചു വെക്കുക. അതിലുള്ള ഏത് നമ്പേഴ്സ് ഇതുപോലെ മിസ്സിംഗ് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. എന്തൊക്കെ പഠിക്കണം? കൗണ്ട് ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. കൗണ്ട് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. പിക്ചേഴ്സ് തന്നിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ ടിക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ പിക്ചേഴ്സ് കൗണ്ട് ചെയ്തിട്ട് അതിന്റെ കൗണ്ടിങ് നമ്പർ എഴുതാനും ചോദിക്കാറുണ്ട്. പിന്നെ പിക്ചേഴ്സും നമ്പേഴ്സും മാച്ച് ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ പിക്ചേഴ്സ് കളർ ചെയ്യാനും ചോദിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ മിസ്സിംഗ് നമ്പേഴ്സും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എക്സാമിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 to 50 വരെയുള്ള നമ്പേഴ്സുകൾ നന്നായിട്ട് കൗണ്ട് ചെയ്യാനും പഠിച്ചു വെക്കുക, എഴുതാനും പഠിച്ചു വെക്കുക. എക്സാമിന് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മാത്സ് എക്സാമിൽ നല്ല മാർക്ക് കിട്ടിട്ടെന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.